ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ കാട്ടാക്കടയിലുള്ള ശാസ്താംപാറയിലാണ് എത്തിയിട്ടുള്ളത്. ഓക്കെ, അത് 20 രൂപ എൻട്രി ഫീയും കൊടുത്തിട്ടാണ് നമ്മൾ മുകളിലേക്ക് നടന്നു പോകുന്നത്. ഓക്കെ ഫ്രണ്ട്സ്, ഇവിടെ നിങ്ങൾക്ക് ഐസ്ക്രീം അങ്ങനെ എന്തെങ്കിലും കുടിക്കാനൊക്കെ സ്ഥലം എല്ലാ സമയം കാണില്ല. ചില അത്തിരി ആൾക്കാർക്ക് വരുന്ന സമയത്ത് ഒരു ഓപ്പൺ ആയിരിക്കും ഇത്. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ ഇതാണ് നമ്മുടെ കാട്ടാക്കടയ്ക്ക് അടുത്തുള്ള ശാസ്താംപാറയുടെ ഏറ്റവും മുകൾ ഭാഗം. ഓക്കെ, ഏറ്റവും മുകൾ ഭാഗത്ത് ഒരു മിന്നൽ രക്ഷാജാലമൊക്കെ വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്കിവിടെ കുറച്ചൊന്ന് വ്യൂസ് കാണാൻ പറ്റിയ ഒരു സ്പോട്ടാണ് ഇവിടെ. പിന്നെ അത്യാവശ്യം കപ്പിൾ ഫ്രണ്ട്ലിയാണ്. ഇവിടെ നിറച്ച് കപ്പിൾസൊക്കെ വരാനുള്ളൊരു സ്പോട്ടാണ്. നമ്മുടെ ട്രിവാൻഡ്രത്ത് തന്നെ അത്യാവശ്യം കാട്ടാക്കടയിൽ കപ്പിൾസൊക്കെ വരുന്നൊരു അടിപൊളി സ്പോട്ടാണിത്. ആമ്പലുണ്ട് അവിടെ ഫ്രണ്ട്സ്. അപ്പോൾ ആമ്പലൊക്കെ ഇവിടെ വിരിഞ്ഞ് കിടപ്പുണ്ട്. ഓക്കെ, യെസ്, ദിസ് ഈസ് എ പ്ലേസ് ഫ്രണ്ട്സ്. അപ്പോൾ ഇതിൻ്റെ ഏറ്റവും മുകളിലൊരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിറച്ച് ആമ്പൽ ഇങ്ങനെ കിടപ്പുണ്ട്. അത്യാവശ്യം നല്ല ഇത് പനാമ പസഫിക് എന്ന് പറഞ്ഞ ആമ്പലാണ്. ഈ വീഡിയോ കാണുന്ന ആർക്കെങ്കിലും ആമ്പൽ മേടിക്കാൻ താല്പര്യമുള്ളവർക്ക് എൻ്റെ കയ്യിൽ നിന്ന് മേടിക്കാം. ഈ സെയിം ആമ്പലാണ് നമ്മുടെ കയ്യിൽ സെയിലിനുണ്ട്. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ ഇവിടെ കാണപ്പെടുന്ന ഇതൊക്കെ ഇലയിൽ നിന്ന് പൊടിക്കുന്ന ആമ്പലാണ്. നിറച്ച് വലിയ പൂക്കൾ പൂക്കും കണ്ട് അത്യാവശ്യം നല്ല സൈസ് ഉള്ളതാണ്. ഓക്കെ, അപ്പോൾ ഇതാണ് നമുക്ക് ഇതിൻ്റെ മുകളിലുള്ള ഒരു നല്ലൊരു കാഴ്ച. ഇനി നമ്മൾ താഴേക്ക് പോകുമ്പോഴും വേറെ കാഴ്ചകളുണ്ട്. താഴേക്ക് പോകുമ്പോഴും നമുക്ക് അത്യാവശ്യം നല്ല രസമുള്ള കുറച്ച് ആമ്പലൊക്കെ നമുക്ക് കാണാൻ പറ്റും. ഇതിൻ്റെ മുകൾ കറക്റ്റ് ഏറ്റവും മുകളിൽ എന്ന് പറഞ്ഞാൽ ഇതാണ് സ്പോട്ട്. ഓക്കെ, അപ്പം ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മിന്നൽരക്ഷാ ജാലകമുണ്ട്. പിന്നെ അത് കഴിഞ്ഞിട്ട് ഈ ഒരു ഏരിയ കുറച്ച് മേഘങ്ങളും പിന്നെ അവിടെ ഒരു ക്ഷേത്രത്തിൻ്റെ കാര്യമൊക്കെ ഉണ്ട്. ലാസ്റ്റ് നമ്മൾ അവിടെ വന്നപ്പോൾ പോയിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മുടെ സഖ്യപർവ്വത മലനിരകളൊക്കെ ആ ഒരു ഭാഗത്ത് ഇങ്ങനെ നിരന്ന് നമ്മുടെ ട്രിവാൻഡ്രം റീജിയൻ മൊത്തം ഇവിടെ നമുക്ക് ഏകദേശം നമുക്ക് കാണാൻ പറ്റും. അവിടെ നിന്ന് നോക്കിയാൽ നമുക്ക് കാണുന്നത് കടലിൻ്റെ ഏരിയയാണ്. അത്യാവശ്യം രാത്രി സമയത്തൊക്കെ ചിലപ്പോൾ നമ്മളിവിടെ വരുമ്പോൾ നമുക്ക് ദീപാവലിക്കൊക്കെ നമ്മളിവിടെ സാധാരണ വരാറുണ്ട്. അപ്പോഴും വേറൊരു ലെവലാണ് ഇവിടെ കാണാൻ വേണ്ടി. നമ്മുടെ ട്രിവാൻഡ്രം റീജിയൻ നമുക്ക് മൊത്തം കാണാൻ പറ്റും. അവിടെ ആ കടലിൻ്റെ അത് കടലാണോ കൂടാ? അതവിടെ റിഫ്ലക്റ്റ് ചെയ്യണില്ല. അങ്ങനത്തെ വെള്ളം റിഫ്ലക്റ്റ് ചെയ്യുന്ന കാണുന്നത് അത് കടലിൻ്റെ ഏരിയയാണ്. തന്നടാ പൊട്ട. ഓക്കെ, അത് കടലാണ്. അതിൻ്റെ സൈഡിൽ നമ്മൾ നോക്കുമ്പോൾ ഇത് മറ്റേ പ്ലെയിന് പോകില്ല. അത് രാത്രി വരുമ്പോൾ നമുക്ക് കാണാൻ പറ്റും. അവിടെ നിന്നാണ് പ്ലെയിൻ ഇങ്ങനെ പൊങ്ങി പോകണമെന്ന് പറഞ്ഞതൊക്കെ. യെസ്, തന്നടാ തന്നെ. നീ കാലം ഗൂഗിൾ മാപ്പ് എടുത്ത് നോക്കി നോക്ക്. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ ഇവനെ ഞാനുമായിട്ട് ഇവിടെ ഭയങ്കര അടിയൊക്കെ ആയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ അത് അറിയാന്നുള്ളവരുണ്ടെങ്കിൽ കമൻറ്റ് ഇടുക. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ അത് നമുക്ക് അവിടെ നിന്ന് നടന്നു വന്നതിൻ്റെ ഇടയ്ക്ക് നമുക്ക് വീണ്ടും ഇങ്ങോട്ട് പൊക്കഴിഞ്ഞാൽ അവിടെ കുറച്ചുണ്ട് ചെടിയുടെ ഇടയ്ക്ക്. ഓക്കെ, നമുക്കിങ്ങനെ താഴോട്ടുള്ള കാഴ്ചകൾ കാണാൻ വേണ്ടി ചലിക്കും. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ ഏറ്റവും മുകളിൽ ഇവിടെ കുറച്ച് ഇരിക്കാനൊക്കെ പ്ലേസ് ഉണ്ട്. ഇവിടെയൊക്കെ നമുക്ക് ഇരുന്ന് കഴിഞ്ഞാൽ നല്ല കാഴ്ചകൾ കാണാൻ പറ്റും. അത്യാവശ്യം നല്ല വെയിലുണ്ട്. ഇപ്പോൾ ഒരു 4:30 സമയമാണ്. അവിടെ ഒരു കൽമണ്ഡപം പോലത്തെ ഒരു പ്ലേസ് ഉണ്ട് നമുക്ക് അവിടെ ഇരിക്കാൻ വേണ്ടി. അവിടെ വന്ന് ഒത്തിരി പേര് ഇരിക്കാറുണ്ട്. ലാസ്റ്റ് ഏകദേശം ഒരു 5 years ഒരു 5 വർഷത്തിന് മുന്നേയൊക്കെ ഞാനിവിടെ വന്നിട്ടുണ്ട് നമ്മുടെ ഫ്രണ്ട്സുമായിട്ടൊക്കെ ഒരുമിച്ച്. അപ്പോഴേക്കും നമുക്കിവിടെ നല്ല അറിയുന്ന ഒരു സ്പോട്ടാണ്. പിന്നെ നമുക്ക് കപ്പിൾ സ്പോട്ടായിട്ട് നമുക്കിവിടെ പറയാനുള്ളത് അതൊരു കപ്പിൾ സ്പോട്ടാണ്. പിന്നെ ഇതൊരു കപ്പിൾ സ്പോട്ട്. പിന്നെ അവിടെ താഴെ ഇരുന്ന ഒരു കപ്പിൾ സ്പോട്ടാണ്. അല്ലടാ ഞാൻ വലിച്ചിരിക്കുന്നുണ്ട. അയ്യല്ല, അങ്ങനെയൊന്നുമല്ല. പിന്നെ നമ്മളത് അങ്ങറ്റത്തൊക്കെ നോക്കുകയാണെങ്കിൽ നമുക്ക് അവിടെയും കുറേ നല്ല സ്പോട്ടുകളുണ്ട്. അവിടെ പിന്നെ അവിടെയൊക്കെ ഒത്തിരി സ്പോട്ട്സ് ഉണ്ട്. അപ്പോൾ നമ്മൾ ശാസ്താംപാറ എക്കോ ടൂറിസത്തിൻ്റെ ഒരു അടിപൊളി സ്പോട്ട്. ഇവിടെ പിന്നെ കുറച്ച് പൂക്കളൊക്കെ ഉണ്ട്. മാങ്ങാച്ചെടിയുടെ കുറച്ച് പൂക്കളുണ്ട്. അഴകായിട്ട് കുറച്ച് പല കളേഴ്സുണ്ട്. കണ്ട ഇതുണ്ട്. പിന്നെ വേറെയും കുറച്ച് പൂക്കൾ നിൽപ്പുണ്ട്. ഇവിടെ കുറച്ച് ചെടികളൊക്കെ നട്ടിട്ടുള്ളതുകൊണ്ട് നല്ല രസമാണ്. ഓക്കെ ഫ്രണ്ട്സ്, ഇവിടെ കുറച്ച് ഇരിക്കാൻ വേണ്ടിയുള്ള വീണ്ടും ഒരു താഴത്തെ സ്പോട്ടാണ്. ഇവിടെ വന്ന് അത്യാവശ്യം കുറച്ച് പേര് ഒരുമിച്ചൊക്കെ ടീമായിട്ട് ഇവിടെ ഇരുന്നാണ് കാര്യങ്ങളൊക്കെ പറയുന്നതും ഒക്കെ ചെയ്യുന്നത്. പിന്നെ നമ്മുടെ ഒരു നല്ലൊരു മൂവി ഇവിടെ വെച്ച് എടുത്തിട്ടുണ്ട്. അറിയാമോ അമല ഇവിടെ ഏത് മൂവി എടുത്തിട്ടുള്ളതെന്ന് പറയാം? പറ അമലിൻ്റെ ഫേസ് ഉണ്ട്. സിനിമ വേറെന്തിന്? ബിരിയാണി. യെസ്, ബിരിയാണി സിനിമ എടുത്തിട്ടുള്ള സ്പോട്ടാണ്. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മളടുത്ത് ഞാനും അമലും കൂടെ നടന്നു പോകുന്നത് ഇവിടുത്തെ ചിൽഡ്രൻസ് പാർക്കിലാണ്. ചിൽഡ്രൻസ് പാർക്കിൽ അമലിനെ പോലുള്ള പയ്യന്മാർ വന്നാണ് ഇവിടെ തുലച്ച് വയ്ക്കുന്നത്. ഓക്കെ ഫ്രണ്ട്സ്, ഇല്ല ഇവിടെ വന്നിട്ടില്ല. അപ്പം നമ്മളിവിടെ വരുന്നവർ ശ്രദ്ധിക്കുക, ഇത് 15 വയസ്സിന് താഴെയുള്ള കുട്ടിയൊക്കെ ഉള്ളതാണ്. അല്ലേടാ? ഇല്ല, അപ്പോൾ വന്ന് തുലയ്ക്കരുത് ഇവിടെ ആരും. ഓക്കെ, അപ്പോൾ ഇവിടെ എൻട്രി ചെയ്യാൻ നമുക്കിത് ഇവിടെ ഇതിലൊക്കെ വന്ന് ഊഞ്ഞാലുകളാടാം. പിന്നെ ഇവിടെ ഊഞ്ഞാലുകളൊക്കെ ഒത്തിരി ഉണ്ട്. പിന്നെ ചറുക്ക് ഇതുണ്ട്, നമ്മുടെ ചറുക്കാനുള്ള പ്ലേസ്. പിന്നെ ഇവിടെ അവരൊരു പ്രത്യേക ഒരു വൈബാക്കി എടുത്തിട്ടുണ്ട്. ഗാർഡൻ ഏരിയ പോലെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ അതെന്തായാലും ഇവിടുത്തെ ഒരു പ്രത്യേകതയാണ്. നല്ല കാറ്റൊക്കെ ഉണ്ട്. സിറ്റി ഇവിടെ ഇരുന്നാലും നമുക്ക് കാണാം. ജസ്റ്റ് ഒരു ഊഞ്ഞാലിരുന്ന് ഞാനൊന്ന് നാടാം. ഊഞ്ഞാലിരുന്ന് ആടുന്നതിന് കുഴപ്പമില്ലായിരിക്കും. ഓക്കെ ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ ഇവിടെ വരുന്ന ഒരു മിസ് ചെയ്യാതിരിക്കാനുള്ള സ്പോട്ടാണ്. അവിടെ ഏറ്റവും മുകളിൽ നമുക്ക് അവിടെ നിന്ന് ഇങ്ങനെ താഴേക്ക് ഇറങ്ങി വരുമ്പോൾ ഇവിടെ നമുക്കൊരു വീട് പോലത്തെ ഒരു സെറ്റപ്പ് ഉണ്ട്. അപ്പോൾ അത് കഴിഞ്ഞതിന് ശേഷം ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ കുറച്ച് നല്ല പച്ചപ്പുള്ള കുറച്ച് ചെടികളും പുല്ലൊക്കെ ഇങ്ങോട്ട് താഴോട്ടുണ്ട്. ഇവിടെ വരുന്നവർ പലരും ഈ ഒരു വേ മിസ് ചെയ്യാറുണ്ട്. അതുവഴിയായിരിക്കും. അല്ല, ഇതുവഴി പോകാൻ പറ്റും. പാമ്പല്ലായിരുന്നു. അതവിടെ വഴിയുണ്ട് ഫ്രണ്ട്സ്. ഉണ്ട് ഇതുവഴിയാണ് എൻ്റെ വഴി.
ഓക്കെ, അപ്പോൾ നമുക്ക് ആ വഴിയിൽ കൂടെ നടക്കാം. ഓക്കെ, അപ്പോൾ ഈ വഴി നമുക്കിങ്ങനെ ഇതുവഴി നടന്ന് പോകാം. ഇവിടെ നടന്നിറങ്ങി കഴിയുമ്പോൾ ഒരു പ്രത്യേകത ഉണ്ട്. ഇവിടെ കുറച്ചുകൂടെ പച്ച പുല്ലുണ്ട്. നമ്മൾ നേരത്തെ കണ്ടതിനേക്കാളും കുറച്ചുകൂടെ വൈബുള്ളതായിട്ടുള്ള കുറച്ച് സൂപ്പറല്ലേ ഉണ്ട് അത്രയും സാധനം ഉണ്ട്. ഇവിടെ എത്രയും നമുക്ക് താഴോട്ട് ഇറങ്ങി വരുമ്പോഴാണ് ഇതിൻ്റെ വേറൊരു ഭംഗി. കാരണം അവിടെ നിന്നുള്ളൊരു പച്ചപ്പ് കറക്റ്റ് നമുക്കിവിടെ ഫീൽ ചെയ്യും. ആ ഒരു പച്ച പുല്ലുണ്ട്, നിറച്ചുണ്ട്. മൺസൂൺ സമയത്തൊക്കെ നമ്മൾ മഹാരാഷ്ട്ര പൊക്കഴിഞ്ഞാൽ ഇതേ ഒരു വൈബുണ്ടെന്ന് പറഞ്ഞ് പലരും ഫോട്ടോ ഇട്ടിട്ടുണ്ടല്ലോ. അപ്പോൾ അതിൻ്റെ അതേ ഒരു സെറ്റപ്പാണ് ഇവിടെ. ഓക്കെ, ഇവിടെ നമുക്ക് കുറച്ച് വേണമെങ്കിൽ ഇങ്ങോട്ടൊക്കെ നടക്കാം. ഇവിടെ ഇങ്ങോട്ടൊക്കെ നടക്കുന്നത് ഒരു പ്രത്യേക ബ്യൂട്ടിയാണ്. ഓക്കെ, ഇവിടെ നടക്കുമ്പോൾ അവിടെ ഒരു വൈബാണ്. ഇവിടെ ഫുള്ള് ഇവിടെ ഇങ്ങനെ അടച്ചെടുത്തിട്ടുണ്ട്. ഇവിടെ അടച്ചെടുത്തതിന് ശേഷം നമുക്ക് ആ ഒരു ഏരിയയിൽ നമുക്ക് നല്ല നീല ആകാശവും കാണാം. ആ ഒരു കറണ്ടിൽ ഇങ്ങനെ ഒരു പ്രത്യേക ഒരു ബ്യൂട്ടിയാണ്. ഓക്കെ, അപ്പോൾ അതെല്ലാം കഴിഞ്ഞുകൊണ്ട് ഓക്കെ ഈ ഒരു ഏരിയ അത്രയും കവർ ചെയ്യും. നമുക്ക് അവിടെ അങ്ങോട്ടൊക്കെ താഴേക്ക് പോയാൽ കുറച്ച് നല്ല കാഴ്ചകളുണ്ട്. അവിടെ ആ ഒരു സ്പോട്ടിൽ നമുക്ക് ഏറ്റവും മുകളിൽ പോകാൻ പറ്റും. പിന്നെ അതിനുശേഷം എല്ലാം നമുക്ക് ഇവിടെ നിന്ന് ഇങ്ങനെ റിക്രിയേറ്റ് ചെയ്ത് വരാം. ഇനി നമ്മൾ ഇവിടെ നിന്ന് അങ്ങോട്ട് ഞാൻ പറഞ്ഞതായിട്ടുള്ള ഫസ്റ്റ് കാണാൻ പറഞ്ഞ ആ ഒരു സ്പോട്ടിലേക്ക് നമുക്ക് പോകാം. ഓക്കെ, അപ്പോൾ അതിലേക്ക് ചലിക്കാം. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ വേറൊരു സ്പോട്ടുള്ള പ്ലേസ് ഇതായി. ഇവിടെ നിന്ന് നമുക്ക് ആ ഒരു വീടിൻ്റെ സൈഡിൽ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ ഇവിടെ നമുക്കിങ്ങനെ പോകുമ്പോൾ ഇവിടെ നമുക്ക് അങ്ങറ്റത്തൊരു നല്ലൊരു അടിപൊളി സ്പോട്ടുണ്ട്. അപ്പോൾ ആ സ്പോട്ട് കാണാൻ വേണ്ടിയാണ് നമ്മൾ പോകുന്നത്. ഓക്കെ, അപ്പോൾ ഇത് കുറച്ച് നല്ല കാടാണ്. കാടിൻ്റെ അകത്തൂടെ പോകുന്നൊരു വൈബാണ്. ഒറ്റയ്ക്ക് വരുമ്പോൾ നിങ്ങൾ സൂക്ഷിക്കുക. ഇവിടെ വെച്ച് നമ്മൾ 2-3 പ്രാവശ്യം കുറച്ച് ഏരിയയൊക്കെ കണ്ടിട്ടുണ്ട്. സോ നമ്മൾ ശാസ്ത്രംപാറ വരുമ്പോൾ ഇവിടെയും കൂടെ വരിക, ഇത് മിസ് ചെയ്യരുത്. അപ്പോൾ നമ്മൾ ഇവിടെ നിന്ന് ഏറ്റവും ടോപ്പിലേക്ക് നമുക്ക് ഇവിടെ നിന്ന് ഇങ്ങനെ പോകാൻ വേണ്ടി പറ്റുന്നൊരു പ്ലേസാണ്. ഇതാണ് നമുക്ക് ഇവിടുത്തെ ഒരു എഡ്ജ് ഏരിയ. ഇവിടെ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് വേറെ കുറച്ച് നമ്മൾ ഏറ്റവും മുകളിൽ നിന്ന് കാണുന്ന വേറെ കുറച്ച് വൈബ് നമുക്ക് ഇവിടെ നിന്ന് കാണാൻ വേണ്ടി പറ്റും. അല്ല, ഇവിടെ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് ആകാശവും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ. ഓ, ഇവിടെയാണ് നമുക്ക് ഇതിൽ കറക്റ്റ് ഒരു എഡ്ജ് പോലെ വരുന്ന പ്ലേസ് ഇതാണല്ലേ. ഇവിടെയാണ് നമ്മുടെ ആ ഒരു സ്പോട്ട് കറക്റ്റ്. ഇവിടെ കുറച്ച് നമുക്ക് മറ്റൊരിടത്ത് പോലെ കുറച്ച് വാലീസ് എന്നുള്ളൊരു വെച്ചിട്ടില്ല. സോ അതുകൊണ്ട് ഇവിടുത്തെ കാര്യം നമുക്ക് അറിയാൻ പറ്റില്ല. ഇവിടെ കുറച്ച് സൂക്ഷിച്ച് നിൽക്കുക. താഴെ കുറച്ച് നല്ല കൊക്ക പോലെ ഏരിയ ആണല്ലേ. റബ്ബറും ബാക്കിയുള്ള ഓക്കെ, അപ്പോൾ റബ്ബറും ബാക്കിയുള്ള കാര്യങ്ങളാണ് താഴെ കുറേ നിൽപ്പുള്ളത്. അത് നമുക്ക് ആ സൈഡിൽ കൂടെ അതുവഴിയുള്ള റോഡുണ്ട്, അതുവഴി പാസ് ചെയ്ത് പോയി കഴിഞ്ഞാൽ അതുവഴി പോകാൻ പറ്റും. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ ഇവിടെ എന്താ തിരിച്ചിറങ്ങുകയാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇവിടെ നിന്ന് സൂക്ഷിച്ചാണ് നിങ്ങൾ പോവുക. ഇവിടെ കുറച്ച് ചിലപ്പോൾ ചില സമയത്ത് ഇവിടെ നിന്ന് പാമ്പൊക്കെ ഉണ്ടാവും. സോ അത് നിങ്ങളൊന്ന് കെയർഫുൾ ആവുക. ഓക്കെ, അതിനുശേഷം നമുക്ക് ഇവിടെ നിന്ന് ഇറങ്ങിയതിന് ശേഷം നമുക്ക് ഏറ്റവും ടോപ്പിൽ പോയി കഴിഞ്ഞാൽ അവിടെ നമുക്ക് ലെഫ്റ്റും റൈറ്റും എടുത്ത 2 പ്ലേസിൽ നമുക്ക് കാണാൻ വേണ്ടി കാഴ്ചകളുണ്ട്. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് ശാസ്താംപാറ എക്കോ ടൂറിസത്തിൻ്റെ കുറച്ച് കാര്യങ്ങൾ. 20 രൂപയ്ക്ക് വർത്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരിക്കലും അല്ല. കുറച്ച് കാർഡ് കൊണ്ട് വേറെ ഒന്നും ചെയ്തിട്ടൊന്നുമില്ല. ഓക്കെ, എന്നാലും കുഴപ്പമില്ല. പണ്ടേ നമ്മുടെ വീടിൻ്റെ അടുത്തുള്ള പ്ലേസ് ആയതുകൊണ്ട് ഇടയ്ക്കൊക്കെ യെസ് ഈ കണ്ട കാര്യങ്ങളൊക്കെ തന്നെയാണ്. കൊള്ളാം. പിന്നെ വന്നിട്ടില്ലാത്തൊരു പ്ലേസ് അതിലും പൊത്ത വീഴുന്ന കിടപ്പുണ്ട്. ഓക്കെ, ഓക്കെ, അപ്പോൾ നമുക്കിനി ഏറ്റവും മുകളിൽ 2-3 സ്പോട്ട് ഉണ്ട്. അതും കൂടെ പോയിട്ട് നമ്മളിവിടെ നിന്ന് ചലിക്കാൻ വേണ്ടി പോകും. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ ഇവിടെ നിന്ന് താഴേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ കുറേ കാര്യങ്ങളുണ്ട്. അവിടെ കാണപ്പെടുന്നത് കടുംപോലെയാണ്. അതും കാട്ടക്കടയിലുള്ള വൺ ഓഫ് ദി കപ്പിൾ സ്പോട്ടായിട്ട് മാറിക്കൊണ്ടിരിക്കുന്ന പ്ലേസാണ്. ഓക്കെ, അത് അത്യാവശ്യം നല്ല ആൾക്കാരും വരാറുണ്ട് അവിടെ കാണാൻ വേണ്ടി. പല വീഡിയോസൊക്കെ ഒത്തിരി ഇപ്പോൾ അവിടെ നിന്നാണ് ആൾക്കാർ എടുക്കണം വണ്ടികൾ. അത് ഗ്രീൻ വാലി സ്കൂൾ, അത് ഗ്രീൻ വാലി സ്കൂൾ. പിന്നെ നമ്മൾ താഴെ നിന്ന് വന്ന വഴി എവിടെയൊക്കെ താഴെ കാണാം. പിന്നെ അത് കാണപ്പെടുന്നതിൽ നമ്മൾ അഗസ്ത്യൽ മലയിലെ ഒരു മലയുടെ ചരിവുകളായിട്ട് വരും. അങ്ങ് പൊക്കഴിഞ്ഞാൽ ആ ഒരു ഭാഗം വരുന്നത് ഫുള്ള് മലനിരകളുടെ സ്റ്റാർട്ടിങ്ങാ. ഇത് നമ്മൾ സൈഡിൽ കൂടെ അല്ലേ തമിഴ്നാട്, അപ്പുറത്ത് കറങ്ങി പോകുമ്പോൾ തമിഴ്നാട് കയറി അപ്പുറത്ത് നടുക്കായിട്ട് വരില്ലേ ഇതിൻ്റെ. യെസ്, ഇപ്പോൾ അങ്ങനത്തെ ഒരു സംഭവമാണ്. ഇതുള്ളതുകൊണ്ടാണ് നമുക്കിവിടെ മഴ ഉള്ളപ്പോൾ അവിടെ മഴയില്ലാത്തത്, അവിടെ ഉള്ളപ്പോൾ ഇവിടെ ഇല്ലാത്ത ആ ഒരു സംഭവങ്ങളൊക്കെ നടക്കുന്നത് അതാണ്. ഓക്കെ, അതെല്ലാം നമുക്ക് ഇവിടെ വന്നാൽ കാണാൻ പറ്റും. നമ്മുടെ സ്വന്തം കാട്ടാക്കടയുടെ ശാസ്താംപാറ. അപ്പോൾ ശാസ്താംപാറ വരുന്നവരൊക്കെ ജസ്റ്റ് വീഡിയോ കാണുകയാണെങ്കിൽ എന്നെ ഇവിടെ വെച്ച് അപ്പോൾ നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ഇടുക. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഒത്തിരി നല്ല കാഴ്ചകൾ കാണാൻ പറ്റും. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ ഇതുപോലെ മറ്റുള്ള നമുക്ക് വീണ്ടും കാണാം. ഇന്നെൻ്റെ യാത്രയിൽ എൻ്റെ കൂടെ ഉണ്ടായിരുന്നത് അമലാണ്. ഓക്കെ ഫ്രണ്ട്സ്, ബൈ ബൈ.